ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീ തിരുവഞ്ചൂർ. സർ, ഇവിടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ഉൽപ്പന്നം എന്നുള്ളത് ആശയഗതി വളരെ നല്ലത് തന്നെയാണ് സർ. അതോടൊപ്പം തന്നെ ഇതിന് ബ്രാൻഡിങ് വേണം. കേരള സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള ഒരു ക്വാളിറ്റി വരുന്നത് ഗുണകരമല്ല സർ. ഒരു സ്റ്റേറ്റ് ബ്രാൻഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നു. യെസ് മിനിസ്റ്റർ. സ്റ്റേറ്റ് ബ്രാൻഡിങ്. സർ, അദ്ദേഹം ആശയം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതും പ്രധാനം തന്നെയാണ്. ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും തനത് ഉൽപ്പന്നങ്ങളായിട്ടാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ തന്നെ സംസ്ഥാന തലത്തിലുള്ള ബ്രാൻഡിങ് എന്നതിനേക്കാൾ പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, പ്രാദേശികമായിട്ടുള്ള മൂല്യവർദ്ധനവ്, ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ തേങ്ങ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അപ്പം അതിന് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ബ്രാൻഡിങ് സാധ്യമാവും. അരി, ഏത്തക്കായ, മരച്ചീനി, പൈനാപ്പിൾ, ചക്ക, ജാതി, അതുപോലെ തന്നെ കയറുൽപ്പന്നങ്ങൾ, മത്സ്യം, പാലധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, ഹാൻഡ്ലൂം, സ്പൈസ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ റബ്ബർ പ്രോഡക്ട്സ്, തേൻ, ഇങ്ങനെയുള്ള ധാരാളം പ്രാദേശിക വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിലെത്തിക്കുക, അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലെത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിം സർക്കാർ നൽകുന്നുണ്ട്. കൃഷി വകുപ്പ് മന്ത്രി അക്കാര്യം പ്രത്യേകം ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. കേരള ഗ്രോ എന്ന ഒരു ബ്രാൻഡ് നെയിം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡിങ് എന്ന ആശയം നല്ലതാണ്, ബ്രാൻഡിങ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ബ്രാൻഡിങ് മാത്രമല്ല, ഇപ്പം നമ്മുടെ മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കണക്കിലെടുത്തുകൊണ്ട് ബ്രാൻഡിങ് എന്ന ആശയം അങ്ങ് ഉയർത്തിയ ആശയത്തെ സ്വാഗതം ചെയ്യും.